കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതി നവാസ് താമസിച്ചിരുന്ന സ്ഥലത്ത് മാറാട് പോലീസ് പരിശോധന നടത്തി. ഭജനമഠത്തിനകത്ത് നിന്ന് ലഭിച്ച മാലയോട് സാമ്യമുള്ള മാല നവാസിന്റെ താമസ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഫോൺ നമ്പറുകൾ കുറിച്ചിട്ട അറബിക് പുസ്തകങ്ങളും ലഭിച്ചു. പ്രതി നവാസ് ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അതേസമയം അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് ഭജനമഠം വിശ്വാസികൾ ജനം ടിവിയോട് പറഞ്ഞു. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഈ അന്വേഷണത്തിൽ എന്തൊക്കെ പോലീസിന് ബോധ്യമായിട്ടുണ്ട്? അനഘ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഈ പ്രതി താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായിട്ടുണ്ട്? ഭജനമഠം അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് കേസിൽ പഴുതടച്ച അന്വേഷണമാണ് മാറാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പോലീസ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ഈ മാറാട് പ്രതി താമസിച്ചിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പരിശോധന നടത്തി എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ പരിശോധനയിൽ ഈ പ്രതി ഒരു ഘട്ടത്തിൽ പോലും ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ ഇന്നലെ അന്വേഷണ സംഘം പരിശോധന നടത്തിയ വീട്ടിൽ നിന്ന് നമ്പറുകൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, അവിടെ നിന്ന് അറബിയിൽ എഴുതിയ പുസ്തകങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ മാറാട് ഭജനമഠം അടിച്ചു തകർത്ത സമയത്ത് ആ ഭജനമഠത്തിനകത്ത് നിന്ന് ഒരു മാല ലഭിച്ചിരുന്നു. അതേ മാല തന്നെ ഈ പ്രതി താമസിച്ച വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ഈ കേസിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് മാറാട് പോലീസ് ഈ പ്രതിക്കെതിരെ FIR ഇട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രതി എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, മാത്രമല്ല ഈ പ്രതിക്ക് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ സംഭവവുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പഴുതടച്ചൊരു അന്വേഷണമാണ് മാറാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വീണ, ഓക്കെ, ശരി അനഘ.